6 മാസം ചോദിക്കൂലേ? അത് വേണ്ട, നമുക്കൊരു 3 മാസം കൊണ്ട് പണിയിച്ചാളാം. എന്റെ രായനെ എനിക്ക് 25 ഇന്ന് കിട്ടണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാശ് വെച്ചിട്ട് പറ. സൺഡേ അല്ലേ പാപ്പൻ ചേട്ടാ? ആരാണ് ഇത്രയും കാശ് വീട്ടിൽ വെച്ചിരിക്കുക? നാളെ ബാങ്ക് തുടങ്ങിയ ക്യാഷ് റെഡി. എന്റെ അഹമ്മദ് ഇന്ന് കിട്ടേണ്ടത് ഇന്ന് തന്നെ കിട്ടണ്ടേ? നാളെ എന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു വരാ. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ മിസ്റ്റർ പാപ്പൻ. പണിക്കർ സാറേ, എനിക്കൊരു അത്യാവശ്യമുള്ളതുകൊണ്ട് ചോദിച്ചു പോയതാ, തെറ്റിദ്ധരിക്കരുത്. ഇല്ലെങ്കിൽ പോട്ടെ, ആൾക്കാർ വേറെ ലൈനിലുണ്ട്. ഞാനൊന്ന് വിളിക്കാൻ കാത്തു നിൽക്കാം അവര്. എന്നാ നിങ്ങൾ ചെല്ലേ, ഞാൻ ഇത്തിരി കഞ്ഞി കുടിക്കട്ടെ, വിശക്കുന്നു. എടാ എൽദോസേ. ചേട്ടാ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താ 25 റുപ്യ ഇവിടെ എത്തും. ആള് പുറപ്പെട്ടിട്ടുണ്ട്. എടാ 25 എന്ന് പറഞ്ഞ 25 ലക്ഷം. നീ എന്തിട്ടാ പറയണേ? 25 ലക്ഷം ഇവിടെ എത്തുന്ന കാര്യം തന്നെ രാനിക്ക ഞാനും പറഞ്ഞത്. ഇവൻ കൊള്ളാമല്ലോ. എവിടുന്ന മോനെ കാശ് വരുന്ന? പാളയത്തുന്ന ചേട്ടാ, അത് എത്തിപ്പോയി. നിന്നോട് ഇപ്പൊ ആരടാ കാശ് വെച്ചത്? ജോയ്, അത് പറയല്ലേ. അവൻ നിന്ന നിൽപ്പിൽ 25 രൂപ അറേഞ്ച് ചെയ്തെങ്കിൽ അവൻ മിടുക്കനല്ലയോ? എന്താ മോനെ നിന്റെ പേര്? ജയപ്രകാശ്. ബെസ്റ്റ്. നീ വാ. ഏതാ പടം? നിർവേദം. ഓ വാ വാ വാ. ആര് കൊണ്ടിരുന്നാ പറയണത്? രായനെ അവനെ പേടിപ്പിക്കല്ലേ. അല്ല ചേട്ടാ, എനിക്കറിയാത്തതാണ് അവന്റെ ഏണും കോണും. എന്റെ പൊന്നാര രാനിക്ക